നമുക്ക് ഏറ്റവും അധികം ലാഭം കിട്ടുന്നൊരു മേഖലയാണ് ഈ ഡയറി പ്രൊഡക്ട്സ്. പാല് മാത്രം കൊടുക്കുമ്പോഴേക്ക് ഉള്ളതിനേക്കാളും ഡബിള് കിട്ടുന്നുണ്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ. മംഗൽപാടി കുടുംബശ്രീ എന്നൊക്കെ ഇവിടെ ബസ്സിലാണ് ആൾക്കാർ വന്ന് ഇതൊക്കെ വീക്ഷിച്ചിട്ടെല്ലാം പോകുന്നുണ്ട്. ഇതേപോലെ മാതൃകയാക്കണം എന്ന് അവർ പറയുന്നുണ്ട്. കോവിഡ് കാലത്തിന് ശേഷമാണ് പശുവളർത്തൽ തുടങ്ങാനുള്ള ആശയം ആരിഫാബിയുടെ മനസ്സിൽ കയറിക്കൂടുന്നത്. കുട്ടിക്കാലത്ത് പശു വളർത്തലിലുള്ള പരിചയം വീണ്ടും പുതുക്കിയെടുക്കാൻ അങ്ങനെ അവർ തീരുമാനിച്ചു. ആദ്യം തന്നെ കുടുംബശ്രീ എന്തെന്ന് കൂടി അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ കുടുംബശ്രീ ഒന്ന് നമുക്ക് രൂപീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളെ ഇളയമ്മയുണ്ട്, ഇളയപ്പാൻ്റെ ഭാര്യനോട് പറഞ്ഞപ്പോൾ അവർ നമ്മളൊരു 10 ആളെ കൂട്ടിയിട്ട്, നമ്മൾ തന്നെ ബന്ധുക്കൾ 10 ആളെ കൂട്ടിയിട്ട് ഒരു കുടുംബശ്രീ, ചെറിയൊരു കുടുംബശ്രീ രൂപീകരിച്ചതാണ് 2021. അങ്ങനെയാണ് ഞാൻ അവിടെ പോയി ഓരോരോ ആൾക്കാരോട് ചോദിച്ചാണ് ഈ പശുവിനെ വാങ്ങാനുള്ള കാരണം തന്നെ. ഞാൻ ഈ കുടുംബശ്രീ ഉണ്ടാക്കാൻ കാരണം തന്നെ ഇതാണ്, പശുവിനെ വാങ്ങിക്കാനും ഇതെങ്ങനെയെന്നുള്ളത് നമുക്ക് മുമ്പിലോട്ട് അറിയില്ലല്ലോ. അങ്ങനെയാണ് കുടുംബശ്രീയിലേക്ക് വന്നത്. നമുക്ക് ഏറ്റവും അധികം ലാഭം കിട്ടുന്നൊരു മേഖലയാണ് ഈ ഡയറി പ്രൊഡക്ട്സ്. പാല് മാത്രം കൊടുക്കുമ്പോഴേക്ക് ഉള്ളതിനേക്കാളും ഡബിള് കിട്ടുന്നുണ്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ. മംഗൽപാടി കുടുംബശ്രീ എന്നൊക്കെ ഇവിടെ ബസ്സിലാണ് ആൾക്കാർ വന്ന് ഇതൊക്കെ വീക്ഷിച്ചിട്ടെല്ലാം പോകുന്നുണ്ട്. ഇതേപോലെ മാതൃകയാക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ പേരും പെരുമയുമുള്ള ഒരു ബ്രാൻഡിന്റെ ഉടമ കൂടിയാണ് ഈ യുവതി. ഇവരുടെ ഡയറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും കാസർഗോഡും സമീപ ജില്ലകളിലും ആവശ്യക്കാരേറെയാണ്. നിരവധി പ്രദർശന വിപണന മേളകളിൽ ഭാഗമായ അൽ ബഖ്ര മിൽക്കയെ നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്.